തമിഴകം പിടിക്കാൻ തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ്ക്കാകുമോ? വിജയുടെ പാർട്ടി തമിഴക വെട്രി കഴകം, അതിന്റെ പാർട്ടി ഫ്ലാഗ്, അതിന്റെ കൊടി ശ്രീ വിജയ് അനാച്ഛാദനം ചെയ്യുകയും വിജയം ഉറപ്പാണെന്ന് പറയുകയും ചെയ്തു. വിജയുടെ താരമൂല്യവും സാമൂഹിക പ്രതിബദ്ധതയും രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമോ? ജോസഫ് വിജയ് എന്ന തമിഴകത്തിന്റെ സൗത്ത് ഇന്ത്യയുടെ സൂപ്പർ സ്റ്റാർ, ജനകോടികളുടെ ഏറ്റവും ആരാധിക്കുന്ന നായകന്മാർ, മാസ് ഹീറോ ഭാവിയിൽ രാഷ്ട്രീയത്തിൽ എന്ത് ചെയ്യും? അതാണ് തമിഴകവും ഇന്ത്യയും കാത്തിരിക്കുന്നത്. നമസ്കാരം. തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഫ്ലാഗ് ലോഞ്ച് ചെയ്യുകയുണ്ടായി. തമിഴക വെട്രി കഴകം എന്നാണ് പാർട്ടിയുടെ പേര്. പാർട്ടിയുടെ ഫ്ലാഗും അദ്ദേഹം ഇന്ന് ലോഞ്ച് ചെയ്യുകയുണ്ടായി. രണ്ട് ആനകളും പീക്കോക്കുമുള്ള നക്ഷത്രം ഉള്ള ഒരു ഫ്ലാഗാണ് അദ്ദേഹം അൺവെയിൽ ചെയ്തിരിക്കുന്നത്. തമിഴക വെട്രി കഴകം 2026 അസംബ്ലി ഇലക്ഷൻ തമിഴ്നാട്ടിൽ ഭാഗമാകുമെന്നാണ് ശ്രീ വിജയ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ അദ്ദേഹം ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ബ്ലോക്കിനോട് അലൈൻ ചെയ്തിട്ടില്ല. വിശാല അർത്ഥത്തിൽ രണ്ട് പൊളിറ്റിക്കൽ ബ്ലോക്കുകളാണ് അവിടെ ഉള്ളത്. ഇന്ത്യയിൽ മുഴുവൻ ഉള്ളതുപോലെ ഒരു ഭാഗത്ത് ഇന്ത്യ സഖ്യമാണ്. അതിൽ DMK ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട്നേഴ്സിൽ ഒരാളാണ്. രാഹുൽ ഗാന്ധി, സ്റ്റാലിൻ അടക്കമുള്ള വിശാല അർത്ഥത്തിലുള്ള ഒരു ലെഫ്റ്റ് ഓഫ് ദി സെന്റർ എന്ന് വിളിക്കാൻ കഴിയുന്ന DMK സഖ്യം. മറുഭാഗത്ത് AIDMK, പ്രത്യേകിച്ച് ജയലളിതയുടെ മരണത്തിന് ശേഷം ജയലളിതയുടെ മരണത്തിന് ശേഷം ശ്രീ നരേന്ദ്രമോദിയുമായി കൂടുതൽ എടുക്കുന്ന AIDMK, BJP തുടങ്ങിയ ആൾക്കാർ മറുവശത്തും. അവിടെയാണ് ഒരുപാട് താരങ്ങളടക്കം പല ആൾക്കാരും, ശ്രീ രജനീകാന്ത് അടക്കം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. രജനീകാന്ത് ഒരു റൈറ്റ് ഓഫ് സെന്റർ ആണ്, സ്പിരിച്വൽ പൊളിറ്റിക്സ് ഒക്കെ വേണമെന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ശ്രീ രജനീകാന്ത് ഒക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ വിശാല അർത്ഥത്തിൽ രജനീകാന്തിന് BJPയോടാണ് ആഭിമുഖ്യം എന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ കമലഹാസന് നേരെ തിരിച്ച് ഒരു ലെഫ്റ്റ് ഓഫ് ദി സെന്റർ പൊളിറ്റിക്സ്, കോൺഗ്രസിനോട് DMKയോടാണ് ആഭിമുഖ്യം എന്നറിയാം. അപ്പം തമിഴ്നാട് കൃത്യമായി ഒരു മിഡിലിൽ സ്പ്ലിറ്റാണ്. ഒരു വശത്ത് ഇന്ത്യ സഖ്യം, കൂടുതലും ശ്രീ വിജയ് അലൈൻ ചെയ്യാൻ സാധ്യത രാഹുൽ ഗാന്ധിയോടാണ്. നരേന്ദ്രമോദിയേക്കാൾ ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ ലഭിച്ച്, അദ്ദേഹത്തിന്റെ നിലപാടുകളും മറ്റും ലഭിച്ച് അത് അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രി തന്നെ ആവാനായിരിക്കും നോക്കുന്നത്. എത്രമാത്രം വിജയിക്കുമെന്ന് അറിയില്ല. തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിന് വലിയൊരു ചരിത്രമുണ്ട്. MGR അടക്കമുള്ള പല ആൾക്കാരും അദ്ദേഹത്തിന്റെ ഫാൻസിന്റെ ഓർഗനൈസേഷനെയാണ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷനായിട്ട് പിന്നീട് മാറ്റുന്നത്. ഒരു കൾട്ട് ഫോർമേഷൻ പോലെയാണ്. അതായത് അവരിൽ സെൻറ്റർ ചെയ്ത് ഒരു പാർട്ടിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സെപ്റ്റംബർ അവസാന ആഴ്ച ഒരു മാസീവ് റാലിയോടുകൂടി വിക്രവണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഫ്ലാഗും കൂടുതൽ പാർട്ടി ലോഞ്ചും ഉണ്ടാകും, പാർട്ടി സോങ് ഉണ്ടാകും. ഏകദേശം 300ഓളം ആൾക്കാരെ ഇതിലേക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഇന്നത്തെ ചടങ്ങിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഓഫ് ദി പാർട്ടി ഇലക്ഷൻ കമ്മീഷൻ ഓൾറെഡി കാര്യങ്ങളാണ്. അപ്പൊ 2026 കോൾ സെറ്റാണ്. പ്രധാന ചോദ്യം, വിജയ് നരേന്ദ്രമോദിയോട് എടുക്കുമോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോട് എടുക്കുമോ? വിജയ്ക്ക് ഒറ്റയ്ക്ക് സ്പേസ് ഉണ്ടാകുമോ എന്നറിയില്ല. കാര്യം തമിഴ്നാട് പൊളിറ്റിക്സ്, ദ്രവീഡിയൻ പൊളിറ്റിക്സ് ഉണ്ട്, BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. വിജയ്ക്ക് മാത്രമായിട്ട് ഒരു സ്പേസ് ഉണ്ടാകുമോ എന്ന് സംശയമാണ്. എന്നാൽ നേരെ തിരിച്ച് വിജയുടെ സ്പേസ്, വളരെ പ്രധാനമായ വിജയുടെ സ്പേസ് ആരോട് ചായും? രാഹുൽ ഗാന്ധിയിലേക്കോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയിലേക്ക് ചായുമോ നരേന്ദ്രമോദിയിലേക്ക് ചായും? ലഭ്യമായ വിവരങ്ങളും വിജയുടെ പൊതു നിലപാടുകളും വെച്ച് രാഹുൽ ഗാന്ധിയിലേക്ക് ചായാനും ഒരു വിശാല ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി, വിജയ് അത്ര നന്നായി പെർഫോം ചെയ്തില്ലെങ്കിൽ, മുഖ്യമന്ത്രിയൊന്നും ആയില്ലെങ്കിൽ വിശാലമായ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാനാണ് ചാൻസ്. MDMK ശ്രീ വിജയകാന്ത് ഒക്കെ കൊണ്ടുവന്നിരുന്നു. ഈ പാർട്ടികളുടെ എല്ലാം പ്രത്യേകത, ഇതിന്റെ സ്ഥാപകർ അവർക്ക് അനാരോഗ്യം ഉണ്ടാകുമ്പോഴോ ഊർജ്ജം കുറയുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ മരണം ഉണ്ടാകുമ്പോഴോ ഒക്കെ ആ പാർട്ടികൾ പിന്നീട് ഛിന്ന ഭിന്നമായി പോകും. പേഴ്സൺ സെൻട്രിക് പാർട്ടീസ് ആണ്. അതിലൊരു തെറ്റുമില്ല, പേഴ്സൺ സെൻട്രിക് പാർട്ടീസ് ആണ് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ വിജയ് തമിഴകത്ത് വരട്ടെ. വിജയുടെ സിനിമകളിലെ നന്മയുടെ പ്രതീകമാകുന്നത് പോലെ തമിഴ്നാട്ടിൽ ഒരുപാട് പോസിറ്റീവ് മാറ്റങ്ങൾ വരുത്താൻ വിജയ്ക്കാകട്ടെ. അദ്ദേഹത്തെ പോലെ പ്രതിഭാതനായ ഒരു കലാകാരൻ, സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യക്തി ഒരുപാട് നന്മയിലേക്ക് കൊണ്ടുവരട്ടെ. ശ്രീ വിജയ് അണ്ണാ ഹസാരയുടെ സമരത്തിനൊക്കെ ഡൽഹിയിലടക്കം വരികയും കാര്യമായി പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ്. അപ്പം വിജയ്ക്ക് എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു. തമിഴകം ജയിക്കട്ടെ, ഇന്ത്യ ജയിക്കട്ടെ, ലോകത്തിന് നന്മയുണ്ടാകട്ടെ.